ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടാ വേഗം വായിക്കാം. ഇപ്പൊ ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ആ ക്യാരക്ടറിലെ ആളുകൾ വിളിക്കുക, അത് കരിയറിൽ ഏറ്റവും നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സിനിമകളുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ സേഫ് ആണ്, അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി, ഇല്ലാത്ത കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതിലെ ഇവർ പറയാൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വർത്താണ് എന്ന് തോന്നിയൊരു മൊമെന്റ് ആണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരോട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ ഒരു രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാബുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മളപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണർ, എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാറാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. അപ്പം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി, ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ. അപ്പോൾ അതാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് ഹുക്ക് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം വന്നപ്പോൾ തന്നെ ബാക്കി ചാലഞ്ചിങ് പാർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്കത് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ബാക്ക് തോട്ട്സും വേറെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ സെറ്റാകുമോ? കാര്യം എൻ്റെ ഈ കൊച്ചി സ്ലാങ്ങും ഞാൻ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ബിഹേവിയർ ഓറിയന്റഡ് സിനിമയാണ്. നമുക്ക് അപ്പം ഇഷ്ടമുള്ള കൗണ്ടറുകൾ പറയാം, ട്വീക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം. പക്ഷെ ബാബുലേട്ടൻ കുത്തും കോമയും മാറ്റാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഈ ഒരിടത്ത് ഇപ്പുറത്തിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ വേണ്ടാണ്, ഇത് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ആ ഒരു ഫ്ലോ ആ ഡയലോഗിനുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു സ്ലാങ്ങി പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറി തുടങ്ങി. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കൊക്കെ വന്ന് കിട്ടിയത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്.